ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യ സഖ്യം എന്ന പേരിലും NDA എന്ന പേരിലുമുള്ള ചേരലൊക്കെ മാറ്റി നിർത്തി പ്രധാനപ്പെട്ട 5 പാർട്ടികൾ ഒറ്റകക്ഷിയായി മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ എന്ന ലോക്സഭാ മണ്ഡലം. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് വരികയാണ്. അതിൽ BJPയും കോൺഗ്രസും മാത്രമാണ് ഇതുവരെ സ്ഥാനാർത്ഥി ആര് എന്ന തീരുമാനം എടുക്കാത്തത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതും പ്രത്യേകതകൾ ഏറെയുള്ള വിവാദത്തിന് പാത്രമായി മാറിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇക്കുറി പഞ്ചാബിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത്. 1997 പോലീസ് ട്രെയിനിങ് ബാച്ചിൽ അന്നൊരു IPS ഉദ്യോഗസ്ഥൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗുരീന്ദർ സിംഗ് ധില്ലൻ എന്നാണ്. ഗുരീന്ദർ സിംഗ് ധില്ലൻ പിന്നീട് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരത് ജോഡോ യാത്രയിലും ഒപ്പം സുവർണക്ഷേത്ര സന്ദർശനത്തിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് അന്നത്തെ പഞ്ചാബിലെ ADGP ആയിരുന്നു അദ്ദേഹം. ആ സമയങ്ങളിൽ രാഹുൽ ഗാന്ധിയുമായുള്ള പല വീഡിയോകളും ഫോട്ടോകളും കാര്യമായ രീതിയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ചിലതൊക്കെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ളതായിരുന്നു. എന്നാൽ ചിലത് കാര്യമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതും. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഒരു സുഹൃത്തായി മാറുകയായിരുന്നു ഗുരീന്ദർ സിംഗ് ധില്ലൻ. ശേഷം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളിലൊന്നും സജീവമാകാതെ നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഭാര്യയോടൊപ്പം കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. സീറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് താഴെത്തട്ടിലെ പ്രവർത്തകരോടൊപ്പം പ്രവർത്തിച്ചതിന് ശേഷം തനിക്ക് എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നൽകുവാൻ സാധിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ജനങ്ങൾ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്ഥാനാർത്ഥിയാകും എന്ന് തന്നെയാണ് ധില്ലൻ പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലും ഫിറോസ്പൂരിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ഗുരീന്ദർ സിംഗ് ധില്ലനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അടുത്ത മാസം 30-ാം തീയതി വിരമിക്കുവാൻ നിൽക്കുന്ന ധില്ലൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തുമ്പോൾ കാര്യമായ രീതിയിൽ വോട്ട് നേടുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. പഞ്ചാബിലെ 13 സീറ്റുകളിൽ ഫിറോസ്പൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ധില്ലൻ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ പറയുന്നു. കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും SADയും BSPയും ഒക്കെ കാര്യമായി മത്സരിക്കുന്ന പഞ്ചാബിലെ ഫിറോസ്പൂരിൽ വിജയപ്രതീക്ഷ കാര്യമായി തന്നെയുണ്ട് ഗുരീന്ദർ സിംഗ് ധില്ലന്. കാലങ്ങളായി അവിടെ മത്സരിച്ച് വിജയിച്ചു വരുന്നത് SADയുടെ സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസ് തൊട്ടു പിന്നാലെയുണ്ട്. BJP ആകട്ടെ കാര്യമായ രീതിയിൽ വോട്ട് ഷെയറുകളൊന്നുമില്ലാതെ 4-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തും ഒക്കെയായി നിൽക്കുന്ന ഒരു ഇടമാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ എന്ന ലോക്സഭാ മണ്ഡലം. അതായത് മുഖ്യ എതിരാളി പഞ്ചാബിൽ കോൺഗ്രസിനേക്കാൾ താഴെയാണ് എന്ന് സാരം. അവിടെ SAD ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. SADയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫിറോസ്പൂരിൽ വിജയിച്ചു വരിക എന്നുള്ളത് ഒരു ബാലികേറാ മലയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നയം മാറ്റങ്ങളും ഒപ്പം ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ഒക്കെ തനിക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഇനി അദ്ദേഹമല്ല സ്ഥാനാർത്ഥിയെങ്കിലും ആരാണോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് അദ്ദേഹം വിജയിക്കുവാൻ കഴിയുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും പഞ്ചാബിൻ്റെ ഫിറോസ്പൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കർഷകരുടെ വിഷയത്തിലും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളിലുമെല്ലാം കോൺഗ്രസിൻ്റെ ഇടപെടൽ കാര്യമായ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുകയാണ് ഗുരീന്ദർ സിംഗ് ധില്ലൻ. 2024 SADക്ക് വേണ്ടി മത്സരിക്കുന്നത് ഭൂപീന്ദർ സിംഗ് ഭുലാറാണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. SADക്ക് വേണ്ടി മത്സരിക്കുന്നത് നർദേവ് സിംഗ് ബോബിമാനാണ്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത് ജഗ്ദീപ് സിംഗ് കക്കബ്രാർ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. അത് ധില്ലൻ തന്നെ ആയിരിക്കുമെന്നാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SADയുടെ സുഖ്ബീർ സിംഗ് ബാദ് മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഫിറോസ്പൂരിൽ നിന്ന് വിജയിച്ചു വന്നത്. 6,33,427 വോട്ടുകൾ അദ്ദേഹം നേടിയിരുന്നു. അതായത് 54.05% വോട്ടുകൾ. 9.92% വോട്ടിൻ്റെ വർധനവാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അദ്ദേഹം നേടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഷിർ സിംഗ് ഭുഭാഗ്യ 4,34,577 വോട്ടുകളാണ് നേടിയത്. ഏകദേശം 1.5 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം. 37.08% വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചത്. 4.21% വോട്ടിൻ്റെ കുറവ് കോൺഗ്രസിന്
ഫിറോസ്പൂരിൽ ആ സമയത്തുണ്ടായി. ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ രീതിയിൽ വേരില്ലാത്ത ഒരിടമാണ് പഞ്ചാബിലെ ഫിറോസ്പൂരിലുള്ളത്. ഹർജീന്ദർ സിംഗ് കക്കർസാൻ 31,872 വോട്ടുകളാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസ്പൂരിൽ നിന്ന് നേടിയത്. അതായത് 2.72%. 7.54% വോട്ടിന്റെ കുറവ്. CPIയുടെ സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ചത് ഹൻസ്രാജ് ഗോൾദനാണ്. 26,128 വോട്ടുകൾ, 2.23% വോട്ടുകൾ. ഭൂരിപക്ഷമായി SADക്ക് ലഭിച്ചത് 1,98,850 വോട്ടുകളാണ്. 16.97% ഭൂരിപക്ഷത്തിന്റെ ഭാഗമായി നിന്നു. 14.13% വോട്ടിന്റെ വർധനവാണ് SADക്ക് ഭൂരിപക്ഷത്തിലൂടെ നേടുവാൻ സാധിച്ചത്. SAD നിരന്തരമായി മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണെങ്കിൽ പോലും കാര്യമായ രീതിയിലുള്ള പ്രവർത്തനവും ഒപ്പം നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് വിജയിച്ചു വരുവാൻ സാധ്യതയുണ്ടെന്നും ഒപ്പം ADGP ആയിരുന്ന IPS ഉദ്യോഗസ്ഥനായിരുന്ന ഗുരീന്ദർ സിംഗ് ധില്ലൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കാര്യമായ രീതിയിലുള്ള വിജയമോ അല്ലെങ്കിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റമോ ഫിറോസ്പൂരിൽ തീർച്ചയായും സംഭവിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്.